ശേഷമുള്ള സ്വഹാബത്ത് അക്ഷരാർത്ഥത്തിൽ ദീനിനെ അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തയ്യാറായപ്പോ അവരുടേതായ ആ ഒരു നിലപാട് കാരണം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വെളിച്ചം എല്ലാ ദിക്കുകളിലേക്കും എത്താൻ ആ സ്വഹാബത്തുൽ കിറാമിന് കാരണമായി എന്നുള്ളതാണ്. ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ചരിത്രങ്ങൾ പലതും നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഖലീഫയായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം സിഫീനിലേക്ക് യാത്ര പോകുന്ന അവസരത്തിൽ തന്റെ ആ ഒട്ടകപ്പുറത്ത് നിന്നും തന്റെ കഴുതപ്പുറത്ത് നിന്നും തന്റെ കുതിരപ്പുറത്ത് നിന്നും അദ്ദേഹത്തിൻ്റെതായ പടയണി എങ്ങോട്ടോ എവിടെയോ പോയി നഷ്ടപ്പെട്ടു പോയി. കുറെ ദിവസം കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് നിൽക്കുമ്പോ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പടയണി ഒരു ജൂതനായ മനുഷ്യൻ വിൽക്കാൻ ശ്രമിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അവിടെ കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഇതെന്റെ പടയണിയാണ്, ഇത് വിൽക്കാൻ പറ്റില്ല, എനിക്ക് അവകാശപ്പെട്ടതാണ്, എനിക്ക് തരണമെന്ന് പറയുമ്പോ ജൂതൻ പറഞ്ഞു, ഇല്ല, ഇത് എന്റെ കൈവശമുണ്ടായിരുന്നതായിരുന്നു, ഇത് എന്റെ കൈവശമുള്ളതാണ് എന്ന് അദ്ദേഹവും തർക്കിക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നപ്പോ ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ നിങ്ങളുടേതാണ് എങ്കിൽ നിങ്ങൾ ഇതിന് സാക്ഷി വെളിവാക്കിക്കൊണ്ട് കോടതിയിൽ നിങ്ങൾ പരാതിപ്പെടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഖലീഫയാണ് ആ നാട്ടിലെ അന്നത്തെ ഖലീഫ, ഭരണാധികാരിയാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. തന്റെ കീഴിൽ ഉദ്യോഗസ്ഥനായ ശുറൈഹ് എന്നതായ ജഡ്ജിയുടെ ഖാദിയുടെ അടുക്കൽ ഖലീഫയായ അലി റളിയല്ലാഹു തആല അൻഹു തന്റെ പഴയ കൈക്ക് വേണ്ടിയുള്ള കേസ് ഫയൽ ചെയ്യുകയാണ്. ഖാദി ശുറൈഹ് അങ്ങനെ രണ്ടുപേരെയും വാദിയും പ്രതിയും കൊണ്ടുവന്നു. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, പഴയ നിങ്ങളുടേതാണ് എങ്കിൽ നിങ്ങൾ ഇതിന് സാക്ഷിയെ ഹാജരാക്കപ്പെടേണ്ടതുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും തന്റെ അടിമയും ഇവിടെ ഹാജരാക്കുകയാണ് സാക്ഷിയായി. മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു ഖാദിയായ ജഡ്ജിയായ ശുറൈഹ് പറഞ്ഞു, പറ്റില്ല, ഒരു പിതാവിന് വേണ്ടി മകൻ സാക്ഷി പറയാൻ ഇവിടെ പറ്റില്ല, അത് ഇസ്ലാമിൽ അനുവദനീയമല്ല ഈ വക കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ഒരു അടിമയുടേതായ സാക്ഷിത്വം ഒരു പുരുഷന്റെ പകുതിയെ സ്വീകരിക്കപ്പെടുകയുള്ളൂ, മറ്റാരെങ്കിലും സാക്ഷിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ കാണികളായ ആൾക്കാർ പറഞ്ഞു, ഹസനും ഹുസൈനും സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാവാണെന്ന് റസൂലുള്ളാഹി പുകഴ്ത്തിയ മനുഷ്യനാണല്ലോ, ആളാണല്ലോ എന്ന് പറയുമ്പോ അതങ്ങ് പരലോകത്ത് സ്വർഗ്ഗത്തിലാണ്, പരലോകത്തിലാണ്. ഈ ദുനിയാവിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു പിതാവിന് സാക്ഷി പറയാൻ അങ്ങനെ അനുവദിക്കുന്നില്ല എന്ന് വളരെ സങ്കോചത്തോടെ